ഇവിടുത്തെ ഇടതുപക്ഷക്കാരോടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോടും ദയവായി തർക്കിക്കാൻ നിങ്ങൾ ആരും നോക്കരുത്. ഒരൊക്കെ മനസ്സിപ്പുറത്താണ്. ഇങ്ങോട്ട് ചെയ്യാൻ നിൽക്കുന്ന വോട്ട് അങ്ങോട്ടാക്കി ദയവായി കൊടുക്കരുത്. നിങ്ങൾ ഓരോ പോളിംഗ് ബൂത്തിലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ. ഏറ്റവും മുന്നിൽ വരി നിൽക്കുന്നവൻ ആരാ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇരിക്കും. മൂന്നാം പിണറായിനെ കൊണ്ടുവരാനല്ല, ഈ വണ്ടിമ്പല ഈ നാട്ടിൽ നിന്ന് ഇറക്കി വെക്കാൻ. മനസ്സിലായില്ലേ? അവർ പ്രതികരിക്കും. അവർ ചെറുതായിട്ടൊന്ന് ശ്വാസം വിട്ടതാണ് ഇത്ര വലിയ റിസൾട്ട് നമുക്കുണ്ടാകാനുള്ള കാരണം. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഈ പിണറായിസവും മരുമോനിസവും ഈ മണ്ണിൽ നിന്ന് പറിച്ചവസാനിപ്പിച്ച് മതേതര കേരളത്തിൻ്റെ മതേതരത്വം, അത് തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം. വർഗീയ കലാപം എന്നൊക്കെ പറയാൻ കേൾക്കാൻ വലിയതാണ്. ഒന്നുണ്ടായി നോക്കണം, അപ്പോഴേ വിവരം അറിയുള്ളൂ. മനുഷ്യൻ്റെ സമാധാനം കെടുകയാണ്. ഒന്നും വേണ്ട, നിങ്ങൾ അവനാൻ്റെ വീട്ടിലെ കാര്യം ആലോചിച്ച് നോക്ക്. വീട്ടിൽ മക്കളായിട്ടോ ഭാര്യയായിട്ടോ രക്ഷിതാക്കളായിട്ടോ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി, ഒരു വിഷമം വന്നൊരു മനസമാധാനക്കേട് ഉണ്ടായാൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിന് ഇത് ബാധിക്കുമെന്ന് നമുക്കറിയാം. പിന്നെ ഈ നാടാകെ മനസമാധാനക്കേടായാൽ ആ മനുഷ്യരുടെ മാനസികാവസ്ഥ എല്ലാ വിഭാഗത്തിലും എന്തായിരിക്കും? ആ വലിയ ദൂരവ്യാപകമായ ഒരു ദുരന്തത്തിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകാൻ പിണറായിയും മരുമകനും പരിശ്രമിക്കുമ്പോൾ അതിനെ തിരിച്ചു പിടിച്ച് ഈ മതേതരത്വം കേരളത്തിൽ നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്ക് നമ്മൾ കിടക്കണം. MLA-മാർക്കൊന്നും ഒരു പണിയില്ല. ഞാൻ ഇപ്പോൾ കുറേ കാലം നടന്നാണല്ലോ, ഒരധികാരമില്ല. നമ്മളിങ്ങനെ കത്ത് കൊടുക്കും മന്ത്രിമാർക്ക്, ഒന്ന് സഹായിക്കണേ, വരുന്ന ആളൊന്ന് പരിഗണിക്കണേ, ഈ റോഡ് ഒന്ന് അനുവദിച്ച് തരണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് കൊടുക്കണ പണിയാണ്. ഒരധികാരമില്ലാത്തവരെ MLA-മാർ. ആൾക്കാരിതിന് കിടന്ന് മരിക്കണ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്തോ വലിയ സംഗതിയാണ്. ഒന്നുമില്ല. ഒരു 6 കോടി റുപ്യ കൊല്ലത്തിൽ MLA ഫണ്ടായിട്ട് കിട്ടും. അത് നമുക്കെന്താ പറയുക, നാട്ടിലെ പഞ്ചായത്തുകൾക്ക് വീതം വെച്ച് കൊടുക്കാൻ കഴിയും. പക്ഷേ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അത് ചെറിയ സംഗതിയായി നിങ്ങൾ കാണണ്ട. ഒരു 4-5 MLA-മാർ എടുക്കുന്ന പണിയും അതിൻ്റെ നിലയും വിലയുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ ആളുകളിങ്ങനെ MLA-നെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും തൂക്കുമ്പോൾ MLA എവിടെയോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആദ്യം തന്നെ തിരുത്തുകയാണ്. ഇതാണ് ഇതിൻ്റെ വസ്തുത. രണ്ടാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ്. കാരണം കൊണ്ടോട്ടിയിൽ ശാബ്ദങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ ഡയാലിസിസ് സെൻറ്റർ ആരംഭിച്ചിട്ട് ഉദ്ഘാടനത്തിൽ എനിക്കന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു 3 മാസം എന്തോ കഴിഞ്ഞിട്ടാണ് ഞാനവിടെ പോയി ഇത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, സ്വർഗം കിട്ടാൻ അത് തന്നെ മതി. കാരണം ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടത് തുറന്ന് പറയുക തന്നെ വേണമല്ലോ. ഞാനിത് അപ്പുറത്ത് നിൽക്കുമ്പോഴും പറഞ്ഞാട്ടോ, അപ്പുറത്ത് വന്നിട്ട് പറയല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട, ഒന്നും പറഞ്ഞതാ. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് നമുക്കറിയാം, രോഗം കൊണ്ട് നമ്മൾ എന്താ പറയുക, ശ്വാസം മുട്ടി ജനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല. ഇന്ന് ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ രോഗികളുള്ളൊരു നാടും നമ്മുടെ നാടായിരിക്കും. നമ്മളെല്ലാത്തിലും മുന്നിലാണല്ലോ കേരളം. ഈ കണക്കാരും പറയാറില്ല. ഏറ്റവും കൂടുതൽ ഡയാലിസിസ് പേഷ്യൻ്റ്, കിഡ്നി പേഷ്യൻസ് നമ്മുടെ നാട് ഒട്ടാകുണ്ട്. എന്താ സ്ഥിതി? അത്യാവശ്യം ജീവിത സൗകര്യമുള്ളവനാണെങ്കിൽ ആദ്യം എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് ഡയാലിസിസ് നടത്തും. പിന്നെ എന്തെങ്കിലും പറമ്പോ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ അത് വിറ്റ് ചികിത്സ നടത്തും. അതുകൊണ്ട് മതിയാവില്ല, വീട് പണയത്തിലാക്കും. പണയത്തിലെ വീട് വീണ്ടും വിറ്റ് ആ പണം കൊണ്ട് ചികിത്സിക്കും. പലതരത്തിലുള്ള രോഗങ്ങൾ. ഏത് സമ്പന്നനെയും ഒരു നിലക്കല്ലെങ്കിൽ ഒരു മറ്റു നിലക്ക് ഒരു 3-4 കൊല്ലം കൊണ്ട് പാപ്പരാക്കുന്ന രീതിയിലുള്ള രോഗങ്ങൾ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു പ്രധാന വില്ലനാണ് ഡയാലിസിസ്. പല കാരണങ്ങളാണ്. അപ്പോൾ അത്തരം രോഗികളെ ആശ്വാസം നൽകാൻ ഇപ്പോൾ ഇവിടെ തന്നെ എത്ര കമ്മിറ്റി ഉണ്ടാവും? ഈ കൂടിയ കൂട്ടത്തിലെ ആളുകളൊക്കെ നിങ്ങൾ പലരും പല കമ്മിറ്റിയിലും അംഗങ്ങളായിരിക്കും ജനങ്ങളെ സഹായിക്കാൻ ഇത്തരം വിഷയങ്ങളിൽ.
ശരിക്കും മാതൃകാപരമായിട്ട് മലപ്പുറം ജില്ലയിൽ, മലബാറിൽ തന്നെ ഉള്ളൂ കേട്ടോ ഈ പാലിയേറ്റീവും ഈ ഏർപ്പാടൊക്കെ ഈ രീതിയിൽ വളരെ സത്യസന്ധമായി, വളരെ എന്താ പറയുക, ഗ്രാവിറ്റിയിൽ നടന്നു പോണത്. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ മലപ്പുറം ജില്ലയിലെ പിന്നീട് വന്ന ഡയാലിസിസ് സെൻ്ററുകൾ സത്യത്തിൽ ഈ കൊണ്ടോട്ടിയിലെ ഇതിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ്. നിലമ്പൂരിൽ ഞാൻ MLA ആയിട്ട് ആദ്യം തുടങ്ങിയതാണ്. ഞാൻ ചെല്ലുമ്പോൾ 3 മെഷീനാണ് ജില്ലാ ആശുപത്രിയിലുള്ളത്. ആയിരക്കണക്കിന് രോഗികൾ, 1000-ഓളം രോഗികൾ രജിസ്റ്റർ ചെയ്ത് കിടക്കുക, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ആദ്യം ഞാൻ ചുങ്കത്തറ CHCയിൽ, ഞാൻ ഈ കാര്യം പറയുന്നത് എന്താ അറിയാം, ഇതിലേക്ക് കൂടെ കടന്ന് രാഷ്ട്രീയത്തേക്ക് കിടക്കില്ല, രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, നമ്മളിത് കേട്ട് നിങ്ങളൊക്കെ കുഴങ്ങി കുത്തുകയാണ്, ആകെ രാഷ്ട്രീയമാണ്. ചുങ്കത്തറയിൽ അവിടുത്തെ CHCയിൽ ഇതേപോലെ 16 മെഷീൻ ജനങ്ങളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് 2017 നമ്മൾ ഈ ഡയാലിസിസ് സെൻ്റർ ആരംഭിച്ചു. ഇന്നവിടെ 33 മെഷീനുണ്ട്. ജില്ലാ ആശുപത്രിയിൽ 3 മെഷീനിൽ നിന്ന് 45 മെഷീനിലേക്ക് നമ്മൾ ഉയർത്തി. എന്നിട്ടും രോഗികൾ ക്യൂവിലാണ്. അറിയാം നമുക്ക്, ഡയാലിസിസ് തുടങ്ങിയാൽ ആ ഒരു രോഗി ഒന്നുകിൽ മരിക്കണം, അടുത്ത ആൾക്ക് ആ മെഷീനൊക്കെ കയറണമെങ്കിൽ, അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കാൻ പോകണം. ഒരാൾക്കും വേണ്ടി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല. ആർക്ക് റെക്കമെൻഡ് ചെയ്യാം? നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് റെക്കമെൻഡ് ചെയ്യാം? അപ്പം ജീവകാരുണ്യ രംഗത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. KMCCയുടെയൊക്കെ ഇടപെടലുകൾ, ഇത് കേരളത്തിൻ്റെ നിയമസഭയിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ KMCCയുടെ കാര്യം. ഇപ്പം ഇനി ഏതെങ്കിലും സഹാക്കൾ അപ്പുറത്തുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കണ്ട, അന്നും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. രാഷ്ട്രീയം വേറെ. മനുഷ്യനെ സഹായിക്കുന്ന ഘട്ടത്തിൽ ആരാണോ മുൻകൈ എടുക്കുന്നത് അവർക്ക് കൈ കൊടുത്ത് അവരെ സഹായിക്കുക എന്നതൊരു മനുഷ്യൻ്റെ ഡ്യൂട്ടിയാണ്. ആ രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ വളർച്ചയും ഉയർച്ചയും എല്ലാ മതസ്ഥരും ഇത് എന്താ പറയുക കണ്ട് മനസ്സിലാക്കി. കണ്ണൂരിലെ വേണ്ടപ്പെട്ട സഖാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോടിലെ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള CH സെൻ്ററിൽ നിന്ന് കിട്ടിയ സൗകര്യങ്ങളും അവർക്ക് കിട്ടുന്ന ആശ്വാസങ്ങളും ഇന്നുണ്ടല്ലോ. അവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ല. ഇതൊന്നും മനസ്സിലാക്കാത്ത കണ്ണുപൊട്ടന്മാരാണ് ഇവിടെ ഈ വർഗീയതയും പറഞ്ഞ് നടക്കുന്നത്. ഇപ്പം ഏറ്റവും അവസാനം കാസർഗോഡെയും മലപ്പുറത്തെയും ജനങ്ങളുടെ ജയിച്ചവരുടെ പേര് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ ആള് ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട്, സജി ചെറിയാൻ വർഗീയവാദിയല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്നേറ്റ് അത്രയും സൗഹൃദം നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ ഇടയ്ക്കൊരു സിഗരറ്റൊക്കെ വലിക്കും, 30 സിഗരറ്റ് വലിക്കുന്ന ആളാണ്. ഇതിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് ചായ കുടിക്കാൻ പോലും എന്താ പറയുക സൊറ പറച്ചിലൊക്കെ അത്രയും ബന്ധമുള്ള ആ സജി ചെറിയാനെ കൊണ്ട് മുഖ്യമന്ത്രി എഴുതി കൊടുത്ത കടലാസ് വായിക്കുന്ന പണിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി നിങ്ങൾ? അത് സജി ചെറിയാൻ പറയുമ്പോൾ അതിന് വേറൊരു എഫക്റ്റ് കൂടിയുണ്ട്. ആ എഫക്റ്റ് കൂടി കേരളത്തിലെ ജനങ്ങളിൽ എത്തണം. ബാലൻ പറഞ്ഞിട്ട് 1 മാസമാകുന്നതിന് മുമ്പാണ് ഈ പറയുന്നത്. എന്തേ മാറാടെടുത്തിട്ടത്? നമ്മളെല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന അത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് ആ നാട്ടിലെ ജനത മറന്നുപോയ വിഷയം, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയത് അവിടുത്തെ ജനങ്ങൾ അത് പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ട് അവിടുത്തെ എല്ലാ മതസ്ഥരും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന നാടായി മാറാട് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്ന് അവിടെ പോയതാ. എന്തേ ആ വിഷയം എടുത്തിട്ടത്? ആരോ എന്ന് പറഞ്ഞ അൻവർ ബേപ്പൂര് മത്സരിക്കുന്നുണ്ട്. നോക്കണം നിങ്ങൾ. അപ്പൊ എവിടത്തേക്കാണ് ഈ വിഷയം കൊണ്ടുപോകുന്നത്? പത്മഭൂഷൺ അവാർഡ് കിട്ടിയ വ്യക്തി കഴിഞ്ഞ 6 മാസമായി കേരളത്തിൽ നടത്തിയ പ്രസ്താവനകളെ കുറിച്ച് ഞാൻ വിശദീകരിക്കണം. എനിക്കത് പറയാൻ തന്നെ താല്പര്യമില്ല. ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ ഈ പിണറായി കൂപ്പുകുത്തി എന്ന് നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. വീണ്ടും വീണ്ടും അതിൽ മുങ്ങിക്കുളിക്കുകയാണ്.
തിരുത്തും 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 എന്ന് സഖാക്കൾ ഇങ്ങനെ ആശ്വാസം കൊള്ളുമ്പോൾ നേരെ തിരിച്ച് അതിലേറെ അതിശക്തമായി ആ സാധു NSSന്റെ പ്രസിഡന്റ് സുകുമാരൻ നായരെ കൊണ്ടുപോയിട്ട് ഒരാഴ്ച മുമ്പ് ആ കുഴിയിൽ ചാടിക്കാൻ നോക്കി അല്ലേ? നായർ കമ്മ്യൂണിറ്റിക്ക് കാര്യം മനസ്സിലായി, ഇത് അങ്ങോട്ടേക്കാണ് ഈ കൊണ്ടുപോകുന്നത്. നിങ്ങൾ RSSന്റെ BJPയുടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന എന്താ പറയുക പ്രകടന പത്രികകളൊന്ന് വായിച്ചു നോക്കി. ഇപ്പം എന്താ BJP പറയുന്നത്? വികസിത കേരളത്തെക്കുറിച്ച്. പച്ചവർഗീയത പറഞ്ഞിട്ട് ഈ നാട്ടിലൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കേരളത്തിലെ പൊതുസമൂഹം അതിന് കീഴ്പ്പെടില്ല, അവരെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് പാർട്ടിക്ക് പോലും കേരളത്തിലുണ്ടായി. അവർ മാറി ചിന്തിക്കുകയാണ്. വികസനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ 19 വയസ്സായ മനുഷ്യനെ പച്ച വർഗീയത പറഞ്ഞ് മനുഷ്യനെങ്ങനെ എന്താ പറയുക മുറിച്ചെടുക്കാൻ കഴിയുമെന്ന് നോക്കുന്നത്. നടക്കൂ? ഈ ഇരിക്കുന്ന നമ്മളെ വൈസ് പ്രസിഡന്റ് നമ്മൾ പറയണ്ടല്ലോ, വിശദീകരിക്കേണ്ടതില്ല. ഇതറിയുന്ന ജനതയാണ് കേരളത്തിലുള്ളത്. അപ്പം എന്താ വേണ്ടത്? എന്ത് വില കൊടുത്തും മൂന്നാം ഗവൺമെൻറ് അധികാരത്തിൽ വരണം. എന്തും ചെയ്യും, എന്തും ചെയ്യും, ആരുമായും കൂട്ടുകൂടും, എത്ര കോടികൾ വേണമെങ്കിലും ചെലവഴിക്കും. ഏറ്റവും കൂടുതൽ വോട്ട് പണത്തിന് വിൽക്കാൻ കഴിയുന്ന വാങ്ങാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി ഇതിനെ മാറ്റാൻ പറ്റുമോ എന്ന് അമ്മോസനും മരുമകനും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. സാധനം ഇഷ്ടം പോലെയാണ്, ഒരു കുറവുമില്ല. വിശദീകരിക്കേണ്ട കാര്യമില്ല, സമയം പോവും. എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ജബ്ബാറാജിൻ്റെ തലയിൽ ആ കിരീടം ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയനി. ഇനിയിപ്പോൾ രാത്രി ആ പര കുത്തി പൊളിക്കാൻ പോലെ ആരെയും വരുമോ? കാരണം അല്ല, ഞാൻ ഇപ്പം ഇവിടുന്ന് ആലോചിച്ച കാര്യം പറയുന്നത്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒന്നും ബാക്കിയില്ല. ഞാനിന്ന് ബേപ്പൂരിലുണ്ടായിരുന്നു. ഇന്ന് അവിടെ STUവിൻ്റെയും INTUCയുടെയും ഒരു സമരം ബേപ്പൂർ പോർട്ടിൻ്റെ അവസ്ഥയും വെച്ചിട്ട് പിന്നോക്കാവസ്ഥക്കെതിരെ നടത്തിയ എന്താ പറയുക ഒരു സമരം ഉണ്ടായിരുന്നു. അതിൽ പോയിരുന്നു ഞാൻ. അപ്പം അവിടെയുള്ള കോൺഗ്രസിൻ്റെ നല്ല നായർ തറവാട്ടത്തിൽപ്പെട്ട പഴയ പാരമ്പര്യ തറവാട്ടുകാർ കുറേ കോൺഗ്രസ്സുകാരുണ്ട്. ഓല് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അല്ല അൻവർക്ക, ഈ ഗവൺമെൻറ് ഒന്ന് മാറിയാലെങ്കിലും നമുക്ക് ഈ കള്ളന്മാരൊന്ന് പിടിക്കാൻ കഴിയുമെന്ന്. അപ്പം തിളങ്ങുന്നത് എന്ത് കണ്ടാലും. കരിപ്പൂരിലെ കാര്യം ഞാൻ ആവർത്തിക്കണ്ടല്ലോ, 153 കേസാണ്. ഇന്ന് ഹൈക്കോടതി ഇന്ന് വാർത്ത കേട്ടവരെന്ന് കേട്ടിട്ടുണ്ടാവും. ഇവർ പിടിച്ചെടുത്ത് കൊണ്ടുപോയി മുക്കിയ സ്വർണം തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് ഇന്ത്യൻ കസ്റ്റംസ് ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ ഇന്ന് ജഡ്ജി ചോദിക്കുക, എന്താ നിങ്ങൾക്ക് ഇതിൻ്റെ അവകാശം? എയർപോർട്ടിലും എയർപോർട്ടിൻ്റെ പ്രിമിസസിൻ്റെ പരിസരത്തും മാർക്ക് ചെയ്ത ഏരിയയിൽ പോലീസിന് ഒരു അധികാരവുമില്ല. എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കസ്റ്റംസിനെ ഏൽപ്പിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഹൈക്കോടതിയിൽ നടക്കുന്ന ഹൈക്കോടതി നിരീക്ഷിച്ച കാര്യമാണ്. മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ടുപോയില്ലേ? കൊണ്ടോട്ടി തട്ടാൻ ചന്ദ്രൻ്റെ ഉണ്ണിൻ്റെ വീട് വരെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തില്ലേ? വല്ല അന്വേഷണം ഉണ്ടായോ? എന്തായിരുന്നു കേസെടുക്കൽ? ഈ ചാലിയാർ പുഴയിൽ നിന്ന് ഇവിടെയുള്ള കുട്ടികൾ 4 ആൾ 5 ആൾ കൂടി ഒരു സെക്കൻഡ് ഹാൻഡ് എയ്സ്റ്റർ ടിപ്പർ 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും വാങ്ങി 1 ലക്ഷം കൊടുത്ത് ബാക്കി 4 ലക്ഷം അടവിട്ട് ഈ 4 ആൾക്ക് വെള്ളത്തിൽ മുങ്ങി 2 കൊട്ട മണൽ വാരിപ്പോയ അല്ലാഹു അക്ബർ ഓലങ്ങട്ട് പിടിച്ചിട്ട് മൂലക്കലാക്കിയിട്ട് ഇതായിരുന്നല്ലേ സ്ഥിതി? കോടികൾ കൊള്ളയടിക്കപ്പെടുമ്പോൾ ജീവിതമാർഗം ഒരു മാർഗവുമില്ല. എന്തെങ്കിലും പണി വില കൊടുക്കണം നാട്ടുകാർക്ക്, ആ ഏർപ്പാടില്ല. ഇവർ കണ്ടെത്തിയ തൊഴിൽ അവർ ജീവിക്കാനുള്ള ഈ ചാലിയാർ പുഴയിൽ നിന്ന് ഈ അറബിക്കടലിലേക്ക് ഒരു മുടക്കില്ലാതെ ഒഴുകിപ്പോകുന്ന ഈ മണല്, അതൊന്ന് സ്വരൂപിച്ച് എങ്ങനെയെങ്കിലും കുടുംബം പോറ്റാന്ന് വിചാരിച്ചാൽ ഈ അജിത് കുമാറും സുജിത് ദാസും വിടൂല, അല്ലേ?
എത്ര ചെറുപ്പക്കാർ ഇപ്പോഴും നടക്കില്ലേ? 1 ലക്ഷത്തിൽ ചില്ലാനം ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് പുതുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല ഈ ജില്ലയിൽ. ആരെങ്കിലും ഉണ്ടായോ ചോദിക്കാൻ? എന്തിനാ ഒരു ബൈക്കിൽ 3 ആൾ പോയാൽ 3 ആളെ പേരിലും കേസ്? ഒരു CRPCയും ഒരു IPCയും ഒരു വകുപ്പുമില്ല. ഡ്രൈവ് ചെയ്തവന്റെ പേരിൽ കേസെടുക്കാം. അങ്ങനെയല്ലേ 8000 10,000 കേസ് ഒരു ജില്ലയിൽ ഉണ്ടായിരുന്നത് 45,000-ലേക്കും 55,000-ലേക്കും ഉയർത്തി. 3 കൊല്ലം കൊണ്ട് 1 ലക്ഷം ക്രിമിനൽ കേസുകളുള്ള ജില്ലയായി മലപ്പുറം ജില്ലയെ മാറ്റിയില്ലേ ഈ പോലീസ്? അതല്ലേ ചോദ്യം ചെയ്തത്? ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഡൽഹിയിൽ പോയിട്ട് ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ ആരാ കൊടുക്കുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്താ നിങ്ങൾ മറന്നോ? ഈ കഴിഞ്ഞ പാർലമെന്റിൽ ഈ 25 ഒക്ടോബർ നവംബറിൽ നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഒരു ചോദ്യം വന്നു രാജ്യത്തിന്റെ പാർലമെന്റിൽ. ഒരു അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ജില്ല ഏത്? നോക്കാനൊന്നുമില്ല. മലപ്പുറം ജില്ല. ഇന്ത്യയിലെ ശരിക്കും കേട്ടോളേ, എന്തുകൊണ്ടാണ് ഈ ജില്ലയിൽ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ? അവിടെ 19% മുസ്ലിങ്ങളാണ്. ഉത്തരേന്ത്യയിൽ മുഴുവൻ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലും ആ പാർലമെന്റിൽ വന്ന ചോദ്യോത്തരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BJP ഹൈന്ദവ മേഖലയിൽ പ്രചരണം നടത്തി. അറിയോ നിങ്ങൾക്ക്? അതിന് വഴിയൊരുക്കി കൊടുത്തവന്റെ പേരാണ് പിണറായി വിജയൻ. അപ്പൊ എങ്ങോട്ടേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? അവിടെയാണ് വിഷയം. ഒരു കുടുംബത്തിന് വേണ്ടി ഒന്നും, സ്വന്തം മകളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം ഈ 3.5 കോടി ജനങ്ങളുടെ മതേതര സംവിധാനത്തെ കുരുതി കൊടുത്തവന്റെ പേര് പിണറായി വിജയൻ. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതിപ്പോ സഖാക്കൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പാർട്ടിയെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാലിൻ്റെ അടിയിൽ ചവിട്ടി നിർത്തിയിട്ട് പാർട്ടിക്കൊരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അധികാരവും പാർട്ടിയെയും ഉപയോഗപ്പെടുത്തി അടിമകളാക്കി മാറ്റി പാർട്ടി സഖാക്കളെ. മൂക്കുന്ന് ചൂളവിടാനുള്ള ധൈര്യമില്ലാതായി. പിണറായി കൽപ്പിക്കും, അത് നടപ്പിലാക്കും. കേരളമൊട്ടാകെ അതിൻ്റെ പ്രതിഫലനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതേതര കേരളത്തിൻ്റെ കടക്കൽ കത്തിവെക്കാൻ ആര് പരിശ്രമിച്ചാലും അതിനെ തടയിടാൻ ഇവിടുത്തെ മതേതര ഹൈന്ദവ സമുദായം, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയം മറന്ന് കേരളത്തിൽ മുന്നോട്ട് പോവുക. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളേ. സാധാരണ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. പിണറായിയും പിണറായിസവും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലാണ് വരാൻ പോകണം. നിങ്ങൾ മനസ്സിലാക്കിയോ? അത് ഈ അങ്ങാടി കൂടെ എങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിണറായിസം എവിടെ എത്തി? ആവർത്തിക്കുന്നില്ല. ജനങ്ങൾക്കത് കേൾക്കുകയേ വേണ്ട. ഏറ്റവും അവസാനം മതേതര കേരളത്തിൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ച ശബരിമല കൊള്ള എങ്ങോട്ടേക്ക് പോകണം? നിങ്ങൾ ആലോചിച്ചോക്ക്. ആർക്കാണ് ഇതിന് ധൈര്യം വരിക? സഞ്ചിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നോ, ഊരമ തിരികെ പോകാൻ പറ്റണോ, ടിഫിൻ ക്യാരിയറിൽ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്നോ ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. ജനലും വാതിലും കുത്തിപ്പൊളിച്ച് തലയിൽ വെച്ച് കൊണ്ടുപോകാൻ ആരാണ് ഈ മുരാരി ബാബുവിനും ഈ പത്മകുമാറിനും ധൈര്യം കൊടുത്തത് എന്ന് ഇപ്പോഴും വ്യക്തമല്ലല്ലോ. ഈ പത്മകുമാറിനെയൊക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന വ്യക്തിയാണ് ഞാൻ. ഇവർക്കാർക്കും ഇതിന് ധൈര്യം, സ്വയം ധൈര്യം ഉണ്ടാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
അതിൻ്റെ പിന്നിൽ ഒരു അതിശക്തനായ പിന്തുണ ഈ വിഷയത്തിനുണ്ട്. അതിലേക്ക് SIT എത്തണം. അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് SITക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകൂല. അത് അന്വേഷിക്കുന്ന SITയുടെ ക്യാപ്റ്റൻ ആരാ? ശശിധരൻ IPS അല്ലേ? നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഈ സുജിത് ദാസ് ഇവിടെ പോയി മലപ്പുറത്ത് ഞാൻ ഈ വിഷയങ്ങൾ ആരംഭിക്കുമ്പോൾ മലപ്പുറം SP ആണ് ഈ പറയുന്ന ശശിധരൻ. ആ ശശിധരൻ അന്വേഷിച്ചിട്ട് കേസ് കണ്ടെത്തുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുക? ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി പോകുന്നത് അന്നത്തെ SP ആയ സുജിത് ദാസും ADGP അജിത് കുമാറിന് ഈ സംഘാണ്. 3.25 കൊല്ലം കഴിഞ്ഞ് ഈ വിഷയങ്ങൾ ഉണ്ടാക്കി സുജിത് ദാസിനെ ഇവിടുന്ന് മാറ്റിയിട്ട് ആ കസേരയിൽ വന്നിരുന്ന ആളെ പേരാണ് ഈ ശശിധരൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് രക്തത്തിൽ അലിഞ്ഞ ചില സ്വഭാവം ഉണ്ടാവുള്ളൂ. ആ ചില സ്വഭാവത്തിൽ ചിലർക്ക് ഒരു കളവിൻ്റെ ടെൻഡൻസി ഉണ്ടാവും. അപ്പം ഞാൻ ഗൾഫ് പോയി വലിയ മലയാളിയായി വല്ല കച്ചവടക്കാരനൊക്കെ ആയി വന്നാൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ എവിടെയും പോയ നല്ല ചൊറുക്കില്ലൊരു പെണ്ണുണ്ടാൽ അടുത്ത് കീസി കുത്തിപ്പോവും. അല്ലാതെ ടെൻഡൻസിയാണ്. ചിലപ്പോൾ ആ വ്യക്തി തന്നെ അറിയുന്നുണ്ടാവില്ല. അതിൽപ്പെട്ട കാട്ടുകള്ളനാണ് ഈ അന്നത്തെ SP ആയിരുന്ന ഈ സുജിത് ദാസ്. ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി കോടാനകോടികളുണ്ടാക്കി തട്ടാൻ വരെ കോടീശ്വരനായി. നിങ്ങളുടെ നാട്ടിലാണല്ലോ. എന്നിട്ട് പിന്നെ അങ്ങനെ രാത്രി കടന്നു നോക്കുമ്പം ക്യാമ്പ് ഓഫീസിൽ SPൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നല്ലൊരു വീട്ടിൽ നിൽക്കുക. ആലോചിക്കണങ്ങൾ. അപ്പോൾ അത് കിട്ടണം മൂപ്പർക്ക്. അതിനെന്താക്കി? ബാക്കിയുള്ള മരത്തിൻ്റെ ലേലം വെച്ചു. ആദ്യം മുറിച്ചത് വീട്ടിയാ, അത് ലേലത്തിലില്ലേ. അത് ഇവിടുന്ന് കടത്തി നാട്ടിക്ക് കോട്ടക്കൽ കൊണ്ടുപോയി ഇതിനൊക്കെ തെളിവ് കൊടുത്താ ഫർണിച്ചർ ഉണ്ടാക്കി കയറ്റിപ്പോയി ഇവിടുന്ന്. ആ വിവരം അറിയണം. പോലീസിലെ തന്നെ ഒരു SI ശ്രീജിത്ത് അയാളത് പരാതി കൊടുത്തു, അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. 1 മാസമായിട്ട് ഒരു വിവരമില്ല. അങ്ങനെ എന്നെ തെരഞ്ഞു വരികയാണ്, സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ SP ശശിധരൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. അങ്ങനെ പരാതിൻ്റെ കോപ്പി കൊടുത്ത കോപ്പി ആ SIയിൽ നിന്ന് വാങ്ങി ആ കോപ്പി വെച്ച് ഞാനൊരു പരാതി IPS കൊടുക്കുകയാണ് ശശിധരന്. ഈ പരാതിയുടെ മുകളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊരു വിവരമില്ല. ഫോൺ വിളിച്ചാൽ എടുക്കൂല. അപ്പം ഈ വീട്ടിൽ മുറിച്ചുകളോ എന്നൊന്ന് അറിയണല്ലോ. അങ്ങനെയാണ് ഞാൻ പോലീസ് ക്യാമ്പ് ഓഫീസിലേക്ക് SPൻ്റെ വീട്ടിലേക്ക് ആ മരക്കുറ്റിൻ്റെ എറിഞ്ഞ് പോയത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അന്ന് എന്നെ തടുത്തതും ബാക്കിയുള്ളതൊക്കെ. ആ ചങ്ങാതിയാണ് ഇത് അന്വേഷിക്കുന്നത്. മനസ്സിലായില്ല നിങ്ങൾ? ഈ ശശിധരൻ. അപ്പോൾ എങ്ങോട്ടൊക്കെ അത് പോകുന്നത് എനിക്കറിയാതെ കേട്ടാ പോകുന്നത്. എൻ്റെ അനുഭവമല്ലേ. അപ്പം ഏറ്റവും വലിയ അത്യുന്നതനായ ഞാൻ അന്ന് സ്ഥിരമായി പറയുന്നൊരു പേരുണ്ട്, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി P ശശി. 8 കേസിൻ്റെ പേരിൽ ഇപ്പം ഉണ്ട് കേട്ടോ. ഇത് നാളെ 9ാമത്തെ കേസാണ് വരാൻ പോണത്. മാനനഷ്ട കേസ്. അത്തരത്തിലുള്ള ആളുകളുടെ പിൻബലമില്ലാതെ ഈ മുരാരി ബാബുവും ഈ പറയുന്ന പത്മകുമാറും ഈ പോറ്റിയൊക്കെ പാടെ ജനലും വാതിലും കുത്തിപ്പൊളിച്ച് തലയിൽ വെച്ച് കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതിന് ഈ ഗവൺമെൻറ് ഇവിടെ മാറണം. അതിവിടുത്തെ ഹൈന്ദവ സമുദായം ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് പ്രതിപക്ഷ നേതാവിനെ എല്ലാവരും കൂടെ ഇട്ട് വളഞ്ഞാക്രമിക്കുന്നത്? അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെവിടെ പോയി കുത്തുമെന്നറിയാം. അത് തന്നെ പ്രശ്നം. അപ്പം ഈ കൊള്ള സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം. ഇനി ജനറെഡിയാ, നമ്മളതിന് തയ്യാറായാൽ മതി. ഈ കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പ് അതിൻ്റെ സൂചന മാത്രമാണ്. പിണറായിസത്തിനെതിരെയുള്ള വളരെ ചെറിയ വോട്ട് മാത്രമാണ് ത്രിതല തെരഞ്ഞെടുപ്പിൽ വന്നത്. അത് തീർത്തും പ്രാദേശികമായതുകൊണ്ട്. പക്ഷേ ഈ പറയുന്ന പിണറായിസത്തിനെതിരെ പരിപൂർണമായ വോട്ട് അത് ഈ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വരാൻ പോവുകയാണ്. അതൊരു സുനാമി ആയിരിക്കും.
ഒരു തർക്കങ്ങൾ കരുതണ്ട. ഇവിടുത്തെ ഇടതുപക്ഷക്കാരോടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോടും ദയവായി തർക്കിക്കാൻ നിങ്ങൾ ആരും നിൽക്കരുത്. ഒരൊക്കെ മനസ്സിപ്പുറത്താണ്. ഇങ്ങോട്ട് ചെയ്യാൻ നിൽക്കുന്ന വോട്ട് അങ്ങോട്ടാക്കി ദയവായി കൊടുക്കരുത്. നിങ്ങൾ ഓരോ പോളിംഗ് ബൂത്തിലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ, ഏറ്റവും മുന്നിൽ വരി നിൽക്കുന്നവൻ ആരാ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ആയിരിക്കും. മൂന്നാം പിണറായിനെ കൊണ്ടുവരാനല്ല, ഈ വണ്ടിമ്പല ഈ നാട്ടിൽ നിന്ന് ഇറക്കി വെക്കാൻ. മനസ്സിലായില്ലേ? അവർ പ്രതികരിക്കും. അവർ ചെറുതായിട്ടൊന്ന് ശ്വാസം വിട്ടതാണ് ഇത്ര വലിയ റിസൾട്ട് നമുക്കുണ്ടാകാനുള്ള കാരണം. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഈ പിണറായിസവും മരുമോനിസവും ഈ മണ്ണിൽ നിന്ന് പറിച്ചവസാനിപ്പിച്ച് മതേതര കേരളത്തിൻ്റെ മതേതരത്വം, അത് തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം. വർഗീയ കലാപം എന്നൊക്കെ പറയാൻ കേൾക്കാൻ വലിയതാണ്. ഒന്നുണ്ടായി നോക്കണം, അപ്പോഴേ വിവരം അറിയുള്ളൂ. മനുഷ്യൻ്റെ സമാധാനം കെടുകയാണ്. ഒന്നും വേണ്ട, നിങ്ങൾ അവനാൻ്റെ വീട്ടിലെ കാര്യം ആലോചിച്ച്. വീട്ടിൽ മക്കളായിട്ടോ ഭാര്യയായിട്ടോ രക്ഷിതാക്കളായിട്ടോ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി, ഒരു വിഷമം വന്നൊരു മനസമാധാനക്കേട് ഉണ്ടായാൽ എത്രത്തോളം നമ്മളെ ജീവിതത്തിന് ഇത് ബാധിക്കുമെന്ന് നമുക്കറിയാം. പിന്നെ ഈ നാടാകെ മനസമാധാനക്കേടായാൽ ആ മനുഷ്യരുടെ മാനസികാവസ്ഥ എല്ലാ വിഭാഗത്തിലും എന്തായിരിക്കും? ആ വലിയ ദൂരവ്യാപകമായ ഒരു ദുരന്തത്തിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകാൻ പിണറായിയും മരുമകനും പരിശ്രമിക്കുമ്പോൾ അതിനെ തിരിച്ചു പിടിച്ച് ഈ മതേതരത്വം കേരളത്തിൽ നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്ക് നമ്മൾ കടക്കണം. അതിൻ്റെ ഏറ്റവും തെളിവാണ് ഈ വരി വരിയായിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ജനപ്രതിനിധികൾ. അവർക്കൊക്കെ അവരുടെ ഉത്തരവാദിത്തം നല്ല രീതിയിൽ, ജനങ്ങളോടുള്ള ബാധ്യത. ജയിക്കാൻ നല്ല സുഖമാണ്. ഇനിയിപ്പോലും വിവരം അറിയാൻ പോവുകയാണ്. നല്ല പണിയുണ്ടാവും, നല്ല മെനക്കെടുണ്ടാവും. നന്നായിട്ട് ജനങ്ങളെ സഹായിക്കാനും അവരോടൊപ്പം നിൽക്കാനും. എന്ത് പ്രതീക്ഷയിലാണോ ജനങ്ങൾ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ വിജയിപ്പിച്ച നമ്മുടെ ജനപ്രതിനിധികൾ, അവർക്ക് നല്ല രീതിയിൽ ജനങ്ങളുമായി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനും സർവശക്തൻ ഇവരെയൊക്കെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.